ഈ ലോക ജീവിതത്തിൽ നമുക്ക് പല ഉപദേശങ്ങളും കേൾക്കേണ്ടതായും സ്വീകരിക്കേണ്ടതായും വരും. ആരുടെ ഉപദേശം നാം കേൾക്കുന്നുവോ സ്വീകരിക്കുന്നുവോ അപ്രകാരമായിരിക്കും നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. അനുകരിക്കുവാൻ അധികം മാതൃകകളില്ലാത്ത, ധാർമ്മിക ബോധത്തോടെ ഉപദേശം നൽകുവാൻ അനേകർ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കർത്താവിൻ്റെ തിരുമൊഴികൾക്ക് തന്നെയാണ് മുഖ്യ പ്രാധാന്യം. കർത്താവ് ഉപമയായി തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവനൊരു കാര്യസ്ഥനുണ്ടായിരുന്നു. എന്നാൽ കാര്യസ്ഥൻ സ്വത്തുവകകൾ നാനാവിധമാക്കി കളയുന്നുവെന്ന പരാതി യജമാനന്റെ അടുക്കിലെത്തി. കാര്യസ്ഥനെ യജമാനൻ പിരിച്ചുവിടുമോ എന്ന് അവൻ സന്ദേഹിച്ചു. ആ വിചാരം ശക്തമായപ്പോൾ അവൻ ചെയ്തത്, യജമാനോട് കടപ്പെട്ടിരുന്നതായ ഏതാനും വ്യക്തികളെ വിളിച്ചു വരുത്തി അവരുടെ കടം ഇളച്ചു കൊടുത്തു. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് പ്രശംസ അവന് ലഭിക്കും. ഒന്ന്, ഇനിയും തിരിച്ചു കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഒത്തിരി വർഷമായി ഇങ്ങനെ എഴുതിത്തള്ളേണ്ട വരുമോ എന്ന് പ്രതീക്ഷിച്ചിരുന്നതായ കടങ്ങൾ വീട്ടി. അപ്പോൾ കാര്യസ്ഥൻ എത്ര പ്രശംസീയനാണ് എന്ന് ആ യജമാനന്റെ മനസ്സിൽ തോന്നും. രണ്ടാമത്, 100 പറ അത് 50 കൊടുത്താൽ, അത് 80 കൊടുത്താൽ, ഇളച്ചു കൊടുത്ത് അവരെ സഹായിച്ചുവെന്ന് കടക്കാരുടെ ഒരു പ്രശംസയും അവന് ലഭിക്കും. അങ്ങനെ ഇരുപക്ഷത്തെയും സംപ്രീതിപ്പെടുത്തിക്കൊണ്ട് ആർക്കും പ്രത്യക്ഷത്തിൽ ഒരു ദോഷവും ചെയ്യാതെ കർമ്മ കുശലതയോടെ കൂർമ്മ ബുദ്ധിയോടെ പ്രവർത്തിച്ച ആ ദാസനെ കർത്താവ്, ഈ യജമാനൻ പ്രശംസിക്കുന്നതായി ഉപമയിലൂടെ കർത്താവ് പറയുക. യാഥാർത്ഥ്യമല്ല, ഇതൊരു ഉപമയാണ്. കർത്താവിൻ്റെ ഉപമകളെല്ലാം അത് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കർത്താവിൻ്റെ ഉപദേശങ്ങളെ സ്വീകരിക്കേണ്ടതിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ, തിരുവെഴുത്തിൻ്റെ തന്നെ മർമ്മങ്ങളെ, മനുഷ്യാവതാരത്തിൻ്റെ മർമ്മങ്ങളെ നമുക്ക് സ്വീകാര്യമാക്കുന്നതിന്, നമുക്ക് ലളിതമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാകുന്നു എന്നറിയാമല്ലോ. കർത്താവ് അരുളി ചെയ്യുകയാണ്, പ്രകാശത്തിൻ്റെ മക്കളെക്കാൾ ഈ തലമുറയിലെ മക്കൾ ബുദ്ധിമാന്മാരാകുന്നു. അവിടെ ആ ബുദ്ധി എന്നുള്ളതിനും ഈ ദാസൻ പ്രശംസയ്ക്ക് വിധേയനാകത്തക്ക രീതിയിൽ ബുദ്ധിപൂർവം പ്രവർത്തിച്ചു എന്നുള്ളതിനും സാധാരണ ബുദ്ധി എന്നതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദമല്ല മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. എന്നാൽ അതിനേക്കാൾ അപ്പുറമായി കുറച്ചുകൂടെ കാര്യങ്ങൾ തന്മയത്വത്തോടെ കണ്ട് കേട്ട് ചെയ്ത് വിജയത്തിലേക്ക് വരുന്ന രീതിയിലുള്ള കുശാഗ്ര ബുദ്ധി എന്ന മലയാളത്തിൽ വിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഫ്രോണിമോസ് എന്ന ഒരു പദമാണ്. സാധാരണ വിസ്ഡം, നോളജ് എന്നുള്ളതിന് സോഫിയ എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ ആ മൂല ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഫ്രോണിമോസ് എന്നുള്ള ഒരു വാക്യമാണ്. ഡിസ്ക്രീറ്റ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം, കുശാഗ്ര ബുദ്ധി എന്ന് മലയാളത്തിൽ വിവർത്തനം ചെയ്യാം. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവർത്തിച്ച് അവന് പ്രശംസ നേടിയെങ്കിൽ അതിനെക്കുറിച്ചുള്ള യേശു തമ്പുരാന്റെ നിങ്ങളോടും എന്നോടുമുള്ള ഉപദേശം ഇതാണ്: ഈ ലോകത്തിൻ്റെ മക്കൾ പ്രകാശത്തിൻ്റെ മക്കളെക്കാൾ ഇത്തരത്തിൽ നല്ല കൂർമ്മ ബുദ്ധി ഉള്ളവരാകുന്നു. ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം, നാം പ്രകാശത്തിൻ്റെ മക്കളാണോ ഇരുളിൻ്റെ മക്കളാണോ എന്നുള്ളതാണ്. ഇരുളിൻ്റെ മക്കൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് ഉപമയിലൂടെ കർത്താവ് പറയുന്നത്. എന്നാൽ ആ ഉപമയിൽ പറയുന്നത് പോലെ പ്രവർത്തിക്കണമെന്നല്ല യേശു തമ്പുരാൻ നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത്. യേശു തമ്പുരാൻ ആഗ്രഹിക്കുന്നത് പ്രകാശത്തിൻ്റെ മക്കളായി വിശുദ്ധ മാമോദീസായിലൂടെ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളായി തീർന്ന നാം
പ്രകാശ വസ്ത്രം ധരിക്കുന്നവർ, പ്രകാശത്തിലൂടെ സഞ്ചരിക്കുന്നവർ, പ്രകാശത്തെ അനുധാവനം ചെയ്യുന്നവർ എന്ന നിലയിൽ ഈ ലോകത്തിൽ ബുദ്ധിമാന്മാർ എന്ന പ്രശംസ ലഭിക്കുവാൻ ഇടയായില്ലെങ്കിലും പ്രകാശത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവരായി തീരുവാൻ, നീതിബോധമുള്ളവരായി തീരുവാൻ, മനസ്സാക്ഷിക്കുത്തില്ലാത്തവരായി തീരുവാൻ നമുക്ക് കർത്താവിൻ്റെ വചനങ്ങളെ തന്നെ ആശ്രയിക്കാം. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പാതയ്ക്ക് വെളിച്ചമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അനീതിയുള്ള ദ്രവ്യം കൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കുക. ഇത് നീതിയുള്ള കാര്യസ്ഥൻ, നീതിയുള്ള കാര്യങ്ങൾ, സ്വന്തം ഭവനത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും ഏൽപ്പിച്ചു തരുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. അനീതിയുള്ള കാര്യസ്ഥൻ അനീതിയുള്ളതിനെ കൊണ്ട് ഇത്രമാത്രം സ്നേഹിതരെ സമ്പാദിക്കുകയും അവന്റെ സ്ഥാനം നിലനിർത്തുകയും ചെയ്യുന്നു എങ്കിൽ നീതിമാനായ ദൈവത്തിൻ്റെ സ്വർഗീയമായ കലവറയിലെ സ്വർഗീയമായ രഹസ്യങ്ങളുടെ പരിചാരകരായി വിളിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളും ആ പരിസേവനത്തിൽ പരിപുഷ്ടി പൂണ്ട് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളിൽ അനുദിനം ആത്മീയമായി വളരുന്ന ദൈവജനമായ നിങ്ങളും ഞാനും എത്രമാത്രം ദൈവിക കാര്യങ്ങളിൽ തൃപ്തിയുള്ളവരും സംതൃപ്തിയുള്ളവരും ജാഗ്രതയുള്ളവരായി തീരണമെന്ന് യേശു തമ്പുരാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏത് കാര്യങ്ങൾ നമ്മൾ നേടണമെങ്കിലും അതിന് പിന്നിലൊരു ത്യാഗമുണ്ട്, അതിന് പിന്നിൽ കഷ്ടപ്പാടുകളുണ്ട്, അതിന് മുമ്പിൽ നല്ല ജാഗ്രതയുണ്ട്. ഒന്നും നമുക്ക് സ്വയമേവയായി വന്നു ചേരുകയില്ല. അത് ചിലപ്പോൾ കണ്ണുനീരോടുള്ള പ്രാർത്ഥന, ആരെയും അറിയിക്കാതെ രഹസ്യമായി നമ്മൾ ദൈവത്തോടുള്ള സംസർഗത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇതെല്ലാം കൂടെ ചേർത്താണ് നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി രഹസ്യമായിരിക്കേണ്ട കാര്യങ്ങൾ പോലും പരസ്യമാക്കി തീർക്കുകയും ആ പരസ്യം പ്രസിദ്ധപ്പെടുത്തി കയ്യടി നേടാൻ ഫാൻസ് അസോസിയേഷനെ നിയമിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വന്തമായത് ഏത്, അന്യമായത് ഏതെന്നൊരു സന്ദേഹം ഇതിൽ ചിന്തിക്കുന്നവർക്ക് ഉണ്ടാകും. തെറ്റിപ്പോകേണ്ട കാര്യമില്ല. ആ മാതൃകയല്ല നമുക്കുള്ളത്. രഹസ്യമായി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ആത്മീയ അനുഭവങ്ങൾ മൂലം നമുക്ക് സ്വർഗീയമായ കാര്യങ്ങളുടെ കാര്യവിചാരകത്വത്തിലേക്ക് വരുവാൻ ആ ഒരു നിർമ്മലതയും ആ ഒരു ശുഷ്കാന്തിയും ആ ഒരു താല്പര്യവും സമർപ്പണവും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യേശു തമ്പുരാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ദാസനും സാധിക്കുകയില്ല. നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വൈരിയായ സാത്താനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നിങ്ങൾ ഒരാളോട് വിശ്വസ്തതയും കൂറും പുലർത്തുന്നുവെങ്കിൽ മറ്റൊരാളോട് നോക്കി ചിരിക്കുമെങ്കിലും ആ ചിരി വഞ്ചനയുടെയും നമ്മെ ആക്രമിച്ച് നമ്മെ ഇകഴ്ത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന തന്ത്രമാണെന്ന് സെക്യുലർ ലോകത്തിലും ആത്മീയ ലോകത്തിലും എല്ലാവർക്കും തിരിച്ചറിയാം. അതുകൊണ്ട് ഏത് യജമാനനെയാണ് നാം ശുശ്രൂഷിക്കുന്നത്? ഞാൻ ശുശ്രൂഷിക്കുന്നത് എൻ്റെ കർത്താവായ യേശു മിശിഹായെയാണ്. യേശു മിശിഹായുടെ ശുശ്രൂഷകനായിരിക്കുമ്പോൾ അധികമൊന്നും പ്രവർത്തിക്കാൻ എനിക്ക് ഇടമില്ല, സ്ഥലമില്ല, അതിന് പ്രസക്തിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എങ്കിലും ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായി ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ദൈവം ഏൽപ്പിച്ചതിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം സാധിക്കും. സ്വന്തം വീട്ടുകാരെ ആശ്രയിക്കുവാൻ സാധിക്കുകയില്ല, സ്വന്തക്കാരെന്ന് വിചാരിക്കുന്നവരെ ആശ്രയിക്കാൻ കഴിയുകയില്ല. നമ്മളെ സഹായിക്കുമെന്ന് നമുക്ക് വാക്ക് തന്നിട്ടുള്ളവരും നമ്മൾ പ്രതീക്ഷിക്കുന്നവരുമായവർ തക്ക സമയത്ത് നമ്മളെ ഇകഴ്ത്തുകയും ഇകഴ്ത്തി ലോകത്തിൽ നമ്മളെ അപമാനിക്കുകയും ചെയ്യുക മാത്രമേ ചെയ്യുകയുള്ളൂ. ഏത് യജമാനനെ നമ്മൾ സ്വീകരിക്കും? ഏത് യജമാനന് വേണ്ടി നമ്മൾ സേവനം ചെയ്യും? നമ്മുടെ കർത്താവായ യേശു മിശിഹ എന്ന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പാതാളത്തിൻ്റെയും അധിപതിയായ, അതിന്മേൽ അധികാരമുള്ളവനായ, ഉയർത്തെഴുന്നേറ്റവനായ, വീണ്ടും നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് ചേർത്തുകൊള്ളുമെന്നുള്ള പ്രത്യാശ ലോകത്തിന് തന്നിട്ടുള്ളതായ ആ ഏക യജമാനനായ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാനും അവനെ ശുശ്രൂഷിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സമൃദ്ധമായി എനിക്കും നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.